9ാം ക്ലാസ്സുകാരി സഹപാഠിയുടെ പീഡനമേറ്റ് ഗർഭിണിയായി. ഇതാണ് വാർത്ത. പക്ഷേ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതെങ്ങനെ പീഡനമാവും? കാരണം ഒരുപാട് പ്രാവശ്യം ആ കുട്ടി പീഡനത്തിനിരയായി എന്നാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് സംസാരിക്കാം. 9ാം ക്ലാസ്സുകാരി സഹപാഠിയിൽ നിന്നും ഗർഭിണിയായി എന്നുള്ളതാണ് ആ വാർത്ത. പരാതി നൽകിയിരിക്കുകയാണ്. 14-കാരനെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ബലാത്സംഗം പോക്സോ നിയമത്തിലെ 3, 4, 5, 6 വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്ന പെൺകുട്ടി നിരവധി തവണ പീഡനത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തലുള്ളത്. അഭിലാൽ വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചിട്ടുണ്ട്. അഭി, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താണ് ശരിക്കും സംഭവം? പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് ഗർഭവതിയായത്. ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രി അധികൃതർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദമൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ 14-കാരനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. 14-കാരനെതിരെ ബലാത്സംഗത്തിന് പുറമെ പോക്സോ നിയമത്തിലെ 3, 4, 5, 6 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടി ഏറെക്കാലമായി ലൈംഗികമായ പീഡനത്തിന് ഇരയായി വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിടിയിലായിട്ടുള്ള 14-കാരനെ ദുർഗുല പരിഹാര പാഠശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ സ്കൂൾ അധികൃതരോട് മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ സ്കൂളിൽ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ? എന്തെങ്കിലും കാര്യങ്ങളെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ട്? സഹപാഠികൾക്കോ അധ്യാപകർക്കോ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിക്ക് അസ്വാഭാവികമായി വയറ്റിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പ്രാഥമിക ചികിത്സകൾക്ക് ആ പ്രദേശത്തെ ആശുപത്രിയിലാണ് സമീപിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും റഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ടത്. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭവതിയാണെന്ന് വിവരം അറിയുന്നത്. ഇത് രക്ഷിതാക്കൾക്ക് തന്നെ വലിയ ഞെട്ടലിന് ഇടയാക്കിയ ഒരു സ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രി അധികൃതരാണ് പെൺകുട്ടിയുടെ പ്രായം കൂടി കണക്കെടുത്തുകൊണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിയാണ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കഴിഞ്ഞ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതാണ് വാർത്ത. ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കൂടെ പഠിച്ച 14 വയസ്സുകാരൻ, ഈ പെൺകുട്ടിയും 9ാം ക്ലാസ്സിൽ പഠിക്കുവാൻ 14 വയസ്സാണ്. അപ്പോൾ കൂടെ പഠിച്ച 14 വയസ്സുകാരനാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഭാഗ്യത്തിന്, ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ, ഭാഗ്യത്തിന് ആ പ്രതി എന്ന് വിളിക്കപ്പെടുന്ന ആ 14 വയസ്സുകാരൻ്റെ ഫോട്ടോ കൊടുത്തിട്ടില്ല. അപ്പോൾ എപ്പോഴും പീഡനം 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 എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പെൺകുട്ടി അറിയാതെ, മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലാണ് പീഡനം എന്ന് പറയുന്നെങ്കിൽ അതിന് നമുക്ക് പീഡനം എന്ന് പറയാം. പക്ഷേ ഒന്നിലധികം പ്രാവശ്യം ലൈംഗികമായിട്ട് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ അതിനെങ്ങനെ പീഡനം എന്ന് പറയുന്നത്? കാരണം ഈ പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒന്നിലധികം പ്രാവശ്യം 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുഞ്ഞൊന്നും അല്ല, 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. അത്യാവശ്യം ബോധമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇല്ലേ? പക്ഷെ ഇവിടെ രണ്ടുപേരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയ ശേഷം ഹോസ്പിറ്റലുകാർ പോലീസിനെ അറിയിച്ചു. അത് വന്നു, ആ ചെറുക്കൻ്റെ പേരിൽ മാത്രം കേസെടുത്തു. എനിക്ക് അതിൻ്റെ ഒരു, നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. രണ്ടുപേര് ചേർന്ന് ചെയ്യുന്നൊരു തെറ്റ്, ഇതിപ്പോൾ ക്രൈം ആണെങ്കിൽ ക്രൈം, ഒരാൾ മാത്രം പ്രതി ചേർക്കപ്പെടുന്നു. അതിൻ്റെ ഒരു, അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് കേസുകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ഒന്നിലധികം തവണ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവർക്ക് എന്താ ബോധമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ബോധമില്ലാതെയാണോ ഈ ഒന്നിലധികം തവണ പീഡിപ്പിക്കുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, ടീച്ചർമാർക്ക് ഇടപെടാൻ പറ്റുമോ? ടീച്ചർമാർക്ക് ഇടപെട്ടാൽ ഈ കംപ്ലൈന്റ് പറഞ്ഞ പാരന്റ്സ് തന്നെ ടീച്ചർമാരെ ചീത്ത പറയില്ലേ? കാരണം ഇപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരുമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികത കാണുകയാണെങ്കിൽ ടീച്ചർമാർ ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചർമാർ അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് ടീച്ചർമാർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും, കുട്ടികൾ ടീച്ചർമാർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും. ഇതെല്ലാം പേടിച്ചാണ് ടീച്ചേഴ്സ് ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ഇഷ്ടംപോലെ തല്ലുകൊണ്ടിട്ടുണ്ട്. ടീച്ചർമാർ തല്ലുന്നത് കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണെന്നാണ് പാരന്റ്സ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ടീച്ചർമാർ വടി പോലും എടുക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പല സ്കൂളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ തെറ്റു പറയാൻ പറ്റില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പെൺകുട്ടിക്കും അതിൻ്റെ വീട്ടുകാർക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി രണ്ടുപേര് ചേർന്ന് ചെയ്ത തെറ്റിന് ഒരാളെ മാത്രം ശിക്ഷിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ചെക്കൻ്റെ പേരിൽ കേസെടുത്തു, പോക്സോയാണ്, ബലാത്സംഗം ഉണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് അവൻ്റെ ലൈഫ് എന്താവും എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞു ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടുന്നു, എത്ര വർഷത്തേക്ക് അറിയില്ല. അവിടെ ചിലപ്പോൾ പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്നിലധികം തവണ പീഡിപ്പിക്കപ്പെട്ടു പറയാൻ നല്ല രസമുള്ള വാക്കാണ്, അല്ലെങ്കിൽ വാചകമാണ്. ഇത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ഇതെങ്ങനെ ഇവന് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു?
അപ്പൊ രണ്ടുപേരുടെ പേരും പ്രതിയേർക്കപ്പെടേണ്ടതല്ലേ? അവിടെയാണ് പല ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ നിയമത്തെ നമ്മൾ ഒന്നും അല്ലതായി കാണുന്നത്. ഇതാണ് ഇവിടുത്തെ നിയമം, ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുന്നത്.